കവിതകൾ മുഴുവൻ ഉമ്മാനെ കുറിച്ചാണ്, കഥകൾ മുഴുവൻ ഉമ്മാനെ കുറിച്ചാണ്. ഒരു കവിയും ബാപ്പയെ വർണ്ണിച്ച് കണ്ടിട്ടില്ല അല്ലെ? വളരെ വളരെ വിരളാണ്. വർണ്ണനകൾ മുഴുവൻ ഉമ്മയെ കുറിച്ച് മാത്രം. ബാപ്പയെ പലരും മറന്നുപോവാൻ. യഥാർത്ഥത്തിൽ ആ മനുഷ്യന്റെ പ്രതീക്ഷകളാണ് നമ്മളെല്ലാവരും. പല ആളുകൾക്കും ബാപ്പ ഒരു ദുഷ്ടനായ കഥാപാത്രം. അതിന്റെ കാരണം ഒരു പരിധി ഒരു ഉമ്മയാണ്. ബാപ്പ ഒറ്റനെ കാണിച്ചു തരാട്ടോ നിന്നെ അല്ലെ? ബാപ്പ ഒറ്റങ്ങട് നിന്നെ കാണിച്ചു തരാം. ഇത് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ബാപ്പ എന്ന് പറഞ്ഞാൽ ഒരു ഭീകര ശബ്ദത്തെ പോലെ ഒരു ഭീകരനാക്കി നമ്മളിങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. നാലാമത് മുത്തനബി പറഞ്ഞത്, അബൂക്ക നിന്റെ ബാപ്പ ആ ബാപ്പാനോട് മാന്യമായി പെരുമാറിയില്ലെങ്കിൽ നിന്റെ നിസ്കാരമോ നിന്റെ നോമ്പോ നിന്റെ അമലോ ഒന്നും അള്ളാഹ്ക്ക് വേണ്ട. സയ്യിദുനാ റസൂലുള്ളാഹ്. ഞാൻ ചില വരികൾ ഇങ്ങനെ വായിച്ചു. ഉപ്പയുടെ വിയർപ്പിന്റെ ഗന്ധമുണ്ടെന്റെ വർണ്ണക്കുപ്പായങ്ങൾക്ക്. ശരിയല്ലേ? വെള്ളം മാത്രം കുടിച്ചുപ്പ വിശപ്പടക്കുന്നതും പറഞ്ഞ് വിതുമ്പാറുണ്ടായി എന്ന അടുപ്പത്തെ തിളച്ച വാൽപാത്രം. ചിലപ്പോഴൊക്കെ ഒരു പിതാവിനെ കുറിച്ച് എനിക്കറിയാം. അദ്ദേഹം ഇങ്ങനെ നല്ല പുരിവെയിലത്ത് നിന്ന് കഷ്ടപ്പെട്ട് കച്ചവടം ചെയ്യുമ്പോൾ, പണ്ടെപ്പോഴോ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10 കൊല്ലമൊക്കെ മുമ്പാണ്, ഞാൻ ആ മനുഷ്യനോട് ചോദിച്ചിട്ടുണ്ട്, ഇത്തിരി വെള്ളം കുടിച്ചുകൂടെ, ഇങ്ങനെ വെയിലത്ത് നിന്ന് ഇങ്ങനെ ഡീഹൈഡ്രേറ്റ് ആവണോ? ആ വെള്ളം കുടിക്കണ പൈസ ഉണ്ടെങ്കിൽ പിള്ളേർക്ക് എന്തെങ്കിലും മേടിച്ചു കൊടുത്തൂടെ? അതാണ് വാപ്പ, അതാണ് വാപ്പ. നമ്മൾ തിരിച്ചറിയാതെ പോകുന്നുണ്ട് വാപ്പയെ അല്ലേ? ഉപ്പയുടെ കഷണ്ടിത്തലയുടെ പരപ്പായിരുന്ന മുകളിലെ ഭംഗിയുള്ള സീലിംഗ് ചുമരുകൾക്ക് വളരെ മനോഹരമായിട്ട് പറയുന്നുണ്ട്, ആ മനുഷ്യന്റെ ആ കഷണ്ടിത്തല, ആ മനുഷ്യൻ ഒഴുക്കിയ വിയർപ്പിന്റെ ഫലമെന്നോണം കൊഴിഞ്ഞുപോയ മുടികൾ നിനക്ക് താമസിക്കാനുള്ള വീടായി പടർന്നു പന്തലിച്ചത് അവിടെ നിനക്ക് കാണുന്ന. ഉപ്പയുടെ ആയുസ്സിന്റെ ചവർപ്പുണ്ടായിരുന്നതിന്റെ തീരാത്ത മോഹങ്ങൾ കാണുന്ന. എന്റെ മോഹങ്ങൾക്ക് വേണ്ടി എല്ലാം തിരിച്ച ഉപ്പ. ചിലപ്പോൾ ഉപ്പാക്ക് ഉണ്ടാവും കൊതി, എനിക്ക് ഉംറക്ക് പോകണം, എനിക്ക് ഹജ്ജിന് പോകണം, അല്ലെങ്കിൽ എനിക്ക് ഇന്നാലിന് ആഗ്രഹങ്ങളുണ്ട്. അതിന്റെ ഇടയിൽ കുട്ടി വന്നിട്ട് പറയാം, വാപ്പ എനിക്ക് ഇന്നാലിന്റെ കോഴ്സ് ചെയ്യണം എന്ന് പറയുമ്പോൾ ഉംറയൊക്കെ മാറ്റി വെച്ചിട്ട് എന്റെ മോന്റെ കൊതി നടക്കട്ടെ എന്ന് ചിന്തിക്കുന്ന വാപ്പ. ആ ബാപ്പ ഇല്ലാതെ നിനക്കൊരു അമലുമില്ല. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരിച്ചറിയാതെ പോയിട്ടുണ്ട് നമ്മുടെ മാതാപിതാക്കളെ. ഒരു സ്വഹാബി ഒന്ന് ചോദിക്കുന്നുണ്ട്, യാ റസൂലല്ലാഹ് യാ റസൂലല്ലാഹ്, എനിക്ക് സമ്പത്തിന്റെ നബിയെ, എനിക്ക് മക്കളുണ്ട് നബിയെ. എന്താ പറഞ്ഞതിന്റെ അർത്ഥം? എനിക്ക് പൈസ ഉണ്ട്, ഞാനിതൊക്കെ ഉണ്ടാക്കി, ഇത് എന്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എന്റെ വാപ്പ അതിൽ നടക്കുമെന്ന് അടിച്ചു മാറ്റുന്നുണ്ട് നബിയെ. എന്റെ വാപ്പ വന്ന് എന്റെ സമ്പത്തൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട് നബിയെ. ഇടക്കിടക്ക് മുപ്പര് വന്ന് എന്റെ പോക്കറ്റിൽ നിന്ന് സാധനം പൈസ ഇങ്ങനെ പൊക്കുന്നുണ്ട്. വാപ്പാനെ വിളിച്ചൊന്ന് ഉപദേശിക്കാനാ പറയണത്. അവിടുത്തെ മുഖം ചുവന്നു. സയ്യിദുനാ റസൂലുള്ളാഹ്. അൻത വമാലുക ലിഅബിക, എടാ നീയും നിന്റെ സമ്പത്തും നിന്റെ ബാപ്പക്കുള്ളതാണ്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീയും നിന്റെ സമ്പത്തും, നിന്റെ സമ്പത്ത് എന്നൊക്കെ പറയുന്നത് അത് ഉണ്ടാക്കാനുള്ള ആരോഗ്യം എവിടെ നിന്നുണ്ടായി? ആ മനുഷ്യന്റെ വിയർപ്പാണെന്ന് പറയാതെ പറഞ്ഞു തരുന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങളുടെ ഹദീസ് ഉണ്ട്, അൽ വാലിദു ഔസതു അബ്വാബിൽ ജന്ന. സ്വർഗ്ഗത്തിൽ ഒരുപാട് കവാടങ്ങളുണ്ട് കേട്ടോ, ഒരുപാട് കവാടങ്ങളുണ്ട്. അതിലേറ്റവും മനോഹരമായ കവാടം നിന്റെ ബാപ്പയാണ്. സയ്യിദുനാ റസൂലുള്ളാഹ്. ആ ബാപ്പാനെ വേദനിപ്പിച്ചിട്ട് നീ ഏത് സ്വർഗ്ഗത്തിലേക്കാ പോണത്? ആ ബാപ്പാടെ ഒരുത്തമില്ലാതെ ഏത് സ്വർഗ്ഗത്തിലേക്കാ നീ പോണത്? ആ ബാപ്പാനെ ചിത്ത പറഞ്ഞും ആക്ഷേപിച്ചും വെറുപ്പിച്ചും വിട്ടിട്ട് എത്ര കോടാനുകൂടി റക്കാത്തുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ തലകുത്തി പറഞ്ഞാലും പടച്ചോനത് വേണ്ട. ഉമ്മയും വേണം ബാപ്പയും വേണം, രണ്ടുപേരെയും ഒരുപോലെ ചേർത്ത് പിടിക്കാൻ കഴിയണം. അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളത് മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എന്ന് പറഞ്ഞാൽ ബാപ്പായുമായും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പണങ്ങിയിട്ടുണ്ട്, തെറ്റിയിട്ടുണ്ട്. അവർ ഭാര്യയും ഭർത്താവാണ്, അവർക്കിടയിൽ ഇണക്കമൊക്കെ ഉണ്ടാവും. നിങ്ങൾ സൈഡ് ചേർന്ന് നിൽക്കണ്ട. നിങ്ങൾക്ക് രണ്ടുപേരും ബാപ്പയും ഉമ്മയുമാണ്. അവരെ ചേർത്ത് പിടിക്കണം എന്ന് പഠിപ്പിക്കുന്ന മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.